വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ സർക്കാർ ജീവനക്കാർക്കും നെൽകർഷകർക്കും നിരാശ. DA കുടിശ്ശികകൾ തീർപ്പാക്കുന്നതിനെക്കുറിച്ച് ബജറ്റിൽ യാതൊരുവിധ പ്രഖ്യാപനങ്ങളും ഇല്ല. നെൽകർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കാൻ നടപടിയുമില്ല. പരമ്പരാഗത വ്യവസായത്തിനും ഫണ്ട് അനുവദിച്ചില്ല. സാമൂഹ്യക്ഷേമ പെൻഷൻ ഉയർത്തുമെന്ന പ്രഖ്യാപനവും വെറുതെയായി. തിരുവനന്തപുരത്ത് നിന്ന് എസ് വിനേഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ബജറ്റിലെ നിരാശകൾ. വി.ഡി. സതീശൻ സർക്കാരിൻ്റെ പ്രഥമ ബജറ്റിൽ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് കാര്യമായ ഗുണമുണ്ടായില്ല. കർഷകരും കർഷക തൊഴിലാളികളും അവശത അനുഭവിക്കുന്ന മറ്റു വിഭാഗങ്ങളും ബജറ്റിന് പുറത്തുപോയത് എങ്ങനെയാണ്? കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കും 1500 കോടി വകയിരുത്തിയെങ്കിലും നെൽകർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ബജറ്റിൽ നീക്കിയിരിപ്പില്ല. നെൽസംഭരണം കാര്യക്ഷമമാക്കുമെന്നല്ലാതെ സംഭരണം ഉയർത്തുകയോ കർഷകർക്കുള്ള ആനുകൂല്യ പ്രഖ്യാപനമോ ഉണ്ടായില്ല. പാലക്കാട്ടെയും കുട്ടനാട്ടിലെയും നെല്ലറകളോട് കടുത്ത അവഗണനയാണ് സർക്കാർ കാണിച്ചതെന്നാണ് ആക്ഷേപം. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പരിശോധിച്ചാൽ മനസ്സിലാവും. 20,600 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഏകദേശം 25,000-ഓളം നെൽകർഷകരുള്ള ഒരു പ്രദേശമാണ്. ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത് താരതമ്യേന ഒരു പുതുമുഖമായിട്ടുള്ള ഒരു വ്യക്തിക്ക് കിട്ടിയ ഭൂരിപക്ഷമാണ്. അത് മനസ്സിലാക്കണം. കർഷകരുടെ അമർഷം രേഖപ്പെടുത്തിയ ഒരു അവസരമായിരുന്നു അത്. അപ്പം ഞങ്ങളെടുത്ത തീരുമാനം പുനർവിചിന്തനത്തിന് വിധേയമാക്കണമെന്നാണ് ഞങ്ങളിപ്പോൾ ചിന്തിക്കേണ്ടി വരുന്നത്. ഇത് തീർത്തും പ്രതിഷേധാർഹമാണ്. തുറന്നു പറയുകയാണ്, മുഖ്യമന്ത്രി അടക്കമുള്ളവർ അരിയാഹാരം തന്നെയല്ലേ കഴിക്കുന്നത്. കടക്കണി മൂലം ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് വിദർഭ മോഡൽ പാക്കേജ് എന്ന ആവശ്യവും പരിഗണിക്കപ്പെട്ടില്ല. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന നിർധനരായ സാധാരണക്കാർക്ക് തുക ഉയർത്താൻ ഇത്തവണ സർക്കാർ തയ്യാറായിട്ടില്ല. നഗരവികസന പ്രഖ്യാപനത്തിലാവട്ടെ തലസ്ഥാന നഗരത്തിന് കാര്യമായൊന്നും കിട്ടിയില്ല. ഉടനെയൊന്നും സാധ്യമാകാത്ത ലൈറ്റ് മെട്രോ കൊണ്ട് തിരുവനന്തപുരം നഗരത്തിന് തൃപ്തിയാവേണ്ടി വന്നു. പരമ്പരാഗത വ്യവസായ മേഖലയുടെ മുരടിപ്പ് തടയാൻ ഫലപ്രദമായ പദ്ധതികളൊന്നുമില്ല. നഷ്ടം മൂലം പൂട്ടിക്കിടക്കുന്ന ചെറുകിട വ്യവസായശാലകൾക്ക് തുറന്നു പ്രവർത്തിക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായം പ്രഖ്യാപനത്തിലില്ല. കയർ മേഖലയ്ക്ക് മാത്രമാണ് നീക്കിയിരിപ്പുള്ളത്. സർക്കാർ ജീവനക്കാർക്ക് DA, DR കൃത്യമായി വിതരണം ചെയ്യുമെന്നല്ലാതെ വിസ്മയമൊന്നും ഉണ്ടായില്ല. DAയും DRും ഇനി മുതൽ മുടക്കം കൂടാതെ കൃത്യമായി നൽകുമെന്ന ഒരു ഉറപ്പ് മാത്രമാണ് ബജറ്റിലുള്ളത്. കുടിശ്ശികയെക്കുറിച്ച് ബജറ്റ് പൂർണ്ണമായും മൗനം പാലിക്കുന്നു. ജീവനക്കാരുടെ ലീവ് സറണ്ടർ ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ വ്യക്തമായ പ്രഖ്യാപനങ്ങൾക്ക് പകരം ഉചിതമായ തീരുമാനം കൈക്കൊള്ളും എന്ന പ്രഖ്യാപനം മാത്രമാണ് ബജറ്റിലുള്ളത്. മുൻ സർക്കാർ പ്രഖ്യാപിച്ച അഷേർഡ് പെൻഷൻ പദ്ധതിയിലെ അവ്യക്തതകൾ നീക്കിയ ശേഷം നിലവിലുള്ള NPS പെൻഷൻ സംവിധാനം പരിഷ്കരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും സാമ്പത്തിക ആനുകൂല്യങ്ങൾ എപ്പോൾ ലഭ്യമാകുമെന്ന കാര്യത്തിൽ ഉറപ്പുകളില്ല. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിർത്തലാക്കി 2013 UDF സർക്കാർ നടപ്പിലാക്കിയ ന്യൂ പെൻഷൻ സ്കീം തുടരുമെന്നാണ് ഇപ്പോൾ ബജറ്റ് നൽകുന്ന സൂചന. കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കിയ LDF സർക്കാർ നടപ്പിലാക്കിയ എഷ്വേർഡ് പെൻഷൻ സ്കീം ഉപേക്ഷിക്കുമെന്നാണ് ബജറ്റ് നിർദ്ദേശിക്കുന്നത്. ജീവനക്കാർക്ക് പെൻഷൻ കാര്യത്തിൽ ലഭിക്കുമായിരുന്ന ഉറപ്പ് ഇതിലൂടെ നഷ്ടമാകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. വയനാടിന് ഇത്തവണയും ആധുനിക സൗകര്യമുള്ള മെഡിക്കൽ കോളേജില്ല. LDF സർക്കാർ മെഡിക്കൽ കോളേജായി പ്രഖ്യാപിച്ചതാണ് മാനന്തവാടി ജില്ലാ ആശുപത്രി. മെഡിക്കൽ കോളേജിൻ്റെ യാതൊരു സൗകര്യവും ഇവിടെയില്ല. കിടത്തി ചികിത്സ പോലും ആരംഭിക്കാത്ത പാലക്കാട് മെഡിക്കൽ കോളേജിന് ഇത്തവണയും കൈത്താങ്ങില്ല. അതിവേഗ റെയിൽ പദ്ധതിയുടെ സാധ്യതാ പഠനവും ബജറ്റിലുണ്ടായില്ല. അപകടം മുനമ്പിൽ നിൽക്കുന്ന താമരശ്ശേരി ചുരം ബദൽ റോഡ് സാധ്യതയും ബജറ്റിൽ ഇടം പിടിച്ചില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സപ്ലൈകോ, ഹോർട്ടികോപ്പ് സംവിധാനങ്ങൾക്ക് യാതൊരു സാമ്പത്തിക സഹായവും ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം. സർക്കാർ ജീവനക്കാരെ അവഗണിച്ചത് മാത്രമല്ല, പ്രതീക്ഷിച്ച പല പദ്ധതികളും ഇത്തവണ ബജറ്റിൽ ഉണ്ടായില്ല. ഒപ്പം തന്നെ പിന്നോക്ക ജില്ലകൾക്ക് മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം വീണ്ടും കീറാമുട്ടിയാവുകയാണ്. ഹരിപ്പാടിനും തിരുവനന്തപുരത്തിനും മെഡിക്കൽ കോളേജ് അനുവദിച്ചപ്പോൾ ഇടുക്കിക്കും വയനാടിനുമില്ല. എസ് വിനേഷ് കുമാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.